ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സേമിയ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിനാദ്യം സോയാബീൻ കുതിർത്ത് പലതവണ കഴുകി പിഴിഞ്ഞു മാറ്റി കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കാനായി പെരക്കി വെക്കണം. ഒരു പാത്രത്തിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, ഉപ്പ് എന്നിവ കുറച്ച് വെള്ളം ചേർത്ത് യോജിപ്പിച്ച് സോയാബീൻ ചേർത്ത് നന്നായി കുഴച്ച് മസാല പിടിപ്പിക്കുക. കുറച്ച് നേരം മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചാൽ സോയാബീനിൽ മസാല നന്നായി പിടിക്കും. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് സോയ എല്ലാം അതിലിട്ട് പൊരിക്കണം. കുറച്ച് ഓയിൽ മതിയാവും. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് സോയാബീൻ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചാൽ മതി. കുറച്ച് സമയം ഇതുപോലെ തന്നെ തുടർന്നാൽ നന്നായി പൊരിഞ്ഞു വരും. അല്ലാതെ ഒരുപാട് ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ചീനച്ചട്ടിയിൽ വെള്ളമൊഴിച്ച് ഉപ്പുമിട്ട് നാരങ്ങാ നീര് മുറ്റിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് സേമിയ വേവിക്കണം. റോസ്റ്റഡ് സേമിയയാണ് ഞാൻ എടുത്തത്. അല്ലാത്തതാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കണേ. തിളച്ച വെള്ളത്തിലേക്ക് സേമിയ ഇടാം. മെല്ലെ ഇളക്കി അത് പെട്ടെന്ന് തന്നെ വേവും. അധികം വെന്താൽ ചീഞ്ഞു പോകും. സേമിയ അരിപ്പയിലേക്ക് ഊറ്റി മാറ്റിയ ശേഷം പച്ചവെള്ളം അതിലേക്ക് ഒഴിക്കണം. ആ ചൂടിൽ കിടന്ന് ഇനിയും വേവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പച്ചക്കറികളാണ് വേണ്ടത്. എന്തെല്ലാമാണെന്നോ? ഉള്ളി, നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എല്ലാം എടുത്തു വെച്ചു. കൂടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടിയും എടുത്തു വെച്ചു. ഇനി നമുക്ക് ബാക്കി പണി നോക്കാം. ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് പെരുംജീരകമിട്ട് പൊട്ടിക്കാം. അരിഞ്ഞ ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് വരും. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഇളക്കി കറിവേപ്പിലയും ഇടാം. ശേഷം നമ്മൾ എടുത്ത് വെച്ച മസാലകൾ ഓരോന്നായി ചേർക്കാം. നന്നായി വഴറ്റണം. ഇനി തക്കാളി ചേർത്ത് ഇളക്കി നന്നായി വഴറ്റി മൂടി വയ്ക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടുക്കി പിടിക്കാതിരിക്കാൻ. വെന്തതിന് ശേഷം ക്യാരറ്റ് ചേർക്കാം. അതും നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ക്യാപ്സിക്കം ചേർക്കാം. നന്നായി യോജിപ്പിച്ച് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഇനി പൊരിച്ച സോയാബീൻ ചേർത്ത് ഇളക്കി അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി അവസാനത്തെ പണിയിലേക്ക് എത്തി. സേമിയ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. മല്ലിച്ചപ്പിട്ട് നന്നായി ഇളക്കി സേമിയ കുഴഞ്ഞ് ചീഞ്ഞു പോകാതെ നോക്കണം. സേമിയ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കണം. വെജ് ഐറ്റംസ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഉറപ്പായും കഴിക്കും. ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ.